ഹായ്. കുട്ടികൾക്ക് മാർക്ക് വളരെ കുറഞ്ഞു വരുമ്പോൾ പലപ്പോഴും പഴയ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ അവരെ മന്ദബുദ്ധി എന്ന് ലേബൽ ചെയ്ത് അവരെ ഒരു സൈഡിലേക്ക് മാറ്റുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ എല്ലാ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളും ബുദ്ധിയിൽ കുറവുള്ളവരാണോന്നില്ല. ഒരുപക്ഷെ അവരുടെ ഈ മാർക്ക് കിട്ടാത്തത് അവർക്കൊരു സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതുകൊണ്ടാവാം. അങ്ങനെ ഒരു സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങൾ? അപ്പോൾ ഈ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾക്കൊപ്പം അതേ സ്പീഡിൽ വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ വാക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അവർക്ക് അത് ഡീകോഡ് ചെയ്ത് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇനി സ്പെല്ലിംഗ് പഠിക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ അക്ഷരങ്ങളുടെ പേര് പഠിക്കാൻ, ഉദാഹരണത്തിന് കാ കണ്ടാൽ അത് കായാണെന്ന് പറയാനോ അല്ലെങ്കിൽ പഠിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഓരോ അക്ഷരങ്ങളുടെയും സൗണ്ട് ഉണ്ടല്ലോ. ഇപ്പോൾ കായാണ് ക, ക്ക്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഉച്ചരിക്കും. ആ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ചില അക്ഷരങ്ങൾക്ക് അവർ തിരിച്ചെഴുതും. ഇപ്പോൾ ഉദാഹരണത്തിന് പി നമ്മൾ റൈറ്റിലേക്ക് എഴുതുന്നത് ഇവർ ലെഫ്റ്റിലേക്കായിരിക്കും എഴുതുന്നത്. അതേപോലെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്നതാണ് സ്പീഡിൽ പേരുകൾ അവർക്ക് ഓർത്തെടുക്കാൻ. ഓരോ കാര്യങ്ങളുടെയും പേരുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മൃഗങ്ങളുടെ പേര് പെട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പേര് കിട്ടുകയില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്കുള്ളത് ഒരു ഡിസ്ലെക്സിയ ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്ലെക്സിയ നമുക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസസ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ കറക്റ്റീവായിട്ടുള്ള തെറാപ്പി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും സാധിക്കും. അപ്പോൾ ജീവിതകാലം മുഴുവൻ ബുദ്ധിയില്ലാത്ത എന്ന് പറഞ്ഞ് ലേബൽ ചെയ്ത് അവരുടെ ഒരു ജീവിതമേ നശിക്കുന്നതിൽ നിന്ന് നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കും. താങ്ക് യു.